Hello all, welcome to NCMS Group. Today we are going to discuss multiplication facts. നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്ങിലൊക്കെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യം വരും അല്ലേ? മൾട്ടിപ്ലിക്കേഷനിൽ കുറച്ച് ട്രിക്സുകളുണ്ട്. നമുക്ക് പെന്ന് യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാം എന്നുള്ള കുറച്ച് മൾട്ടിപ്ലിക്കേഷൻസ് നമുക്ക് ട്രിക്സുകളുണ്ട്. അത് നമുക്ക് ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചില നമ്പേഴ്സിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെന്നിന്റെ ആവശ്യം വരുന്നില്ല. വി ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് മൈൻഡ് കാൽക്കുലേഷൻസ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 5 ആണ്. 5നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെന്നിന്റെ ആവശ്യമില്ല. 5 കൊണ്ട് നമ്മൾ ഏത് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെന്നിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒന്നിൽ ഈവൺ നമ്പർ ആണോ അതല്ല ഓഡ് നമ്പർ ആണോ എന്ന് നിങ്ങൾ നോക്കണം. ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അതല്ല ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ വേറെ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈവൺ നമ്പർ ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക? ലാസ്റ്റത്തെ ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 2 ആണോ നോക്കിയാൽ മതി. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഈവൺ നമ്പേഴ്സിന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ 5 into 86. 86 ഈസ് ആൻ ഈവൺ നമ്പർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5നെ 86 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈവൺ നമ്പർ ആകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നോക്കേണ്ടത്? അതിന് നേരെ ഹാഫ് എടുക്കുക, എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ ഒരു 0 ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻസ്. അപ്പൊ 86ന്റെ ഹാഫ് എത്രയാണ്? നമുക്കറിയാം 43 ആണ് അല്ലേ? 43 ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? 0 ആഡ് ചെയ്യാം. ഈസി അല്ലേ? ഇങ്ങനെ നമ്മൾ ഈവൺ നമ്പേഴ്സിന്റെ എല്ലാതും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. 5 into 288. 288ന്റെ into 5 ആണ്. നമ്മളറിയാം ഇത് ഈവൺ നമ്പർ ആണ്. അതുകൊണ്ട് അതിന്റെ ഹാഫ് എടുക്കുക, ലാസ്റ്റ് നമ്മൾ 0 ആഡ് ചെയ്യുക. 1440. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്ത് നോക്കണേ. മൂന്നാമത്തത് നോക്കേ. 5 into 644. ഇതിന്റെ നേരെ ഹാഫ് എടുക്കുക. ഇറ്റ്സ് ആൾസോ ഈവൺ നമ്പർ. അത് നേരെ ഹാഫ് എടുക്കുക. എത്ര വരിക? 3220. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റത്ത് 5 into 176 നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, എത്രയാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ പിൻ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഓഡ് നമ്പർ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഓഡ് നമ്പറുമായിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു എക്സാമ്പിൾ നോക്കണേ. 43 ലാസ്റ്റ് ഡിജിറ്റ് ഒരിക്കലും ഡിവിസിബിൾ ബൈ 2 അല്ല. സോ 43 ഈസ് ആൻ ഓഡ് നമ്പർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കേണ്ടത് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുന്നുള്ള നമ്പർ. ദിസ് മീൻസ് 43 - 1 എത്രയാണ് നമുക്കറിയാം? 42 ആണ്. അപ്പൊ 42ന്റെ ഹാഫ് എത്രയാണ്? 42ന്റെ ഹാഫ് എടുത്തിട്ട് നമ്മൾ നേരത്തെ 0 അല്ലേ, ഈവൺ നമ്പർ 0 അല്ലേ ആഡ് ചെയ്ത്, ഇവിടെ 5 ആഡ് ചെയ്യാം. ലാസ്റ്റിൽ 5 ആഡ് ചെയ്യാം. ഇപ്പൊ 42ന്റെ ഹാഫ് എത്ര നമുക്കറിയാം? 21 ആണ്. 21 ലാസ്റ്റ് മന്തിയിൽ 5 ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? അങ്ങനെ നമുക്ക് എല്ലാ നമ്പേഴ്സും പറ്റും 5 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 5 into 457. 457ന്റെ ഇറ്റ്സ് ഓഡ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്തിനെ 457ന്റെ തൊട്ട് മുന്നുള്ള നമ്പർ എത്ര? 456 ആണ്. 456ന്റെ ഹാഫ് എത്രയാണ്? 2 then 28. 288 ലാസ്റ്റ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? 5 ആണ്. ഓക്കെ അല്ലേ? ദെൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 5 into 875. 875 ഇറ്റ്സ് ആൾസോ എ ഓഡ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? തൊട്ട് മുന്നുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? 875ന്റെ എന്താണ്? 874 ആണ്. 874ന്റെ ഹാഫ് എത്രയാണ്? നമുക്കറിയാം 8ന്റെ ഹാഫ് എത്രയാണ്? 4 ആണ്. 6ന്റെ ഹാഫ് എത്രയാണ്? 7 ഹാഫ് എടുക്കാറില്ല. 6ന്റെ ഹാഫ് എത്രയാണ്? 3 ആണ്. 140ന്റെ ഹാഫ് എത്രയാണ്? 7 ആണ്. ഓക്കെ, ഈസി അല്ലേ? ലാസ്റ്റ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടി? ഇത് ഓഡ് നമ്പർ ആയതുകൊണ്ട് 5 ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയും സിമ്പിൾ അല്ലേ? ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ? ഈ ഒരു ലാസ്റ്റത്തിന് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ പറയാം. ലാസ്റ്റത്തിന്റെ ആൻസർ എത്രയാണ്? 5 into 923 എന്നുള്ളതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഓക്കെ അല്ലേ? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഏത് നമ്പർ വന്നാലും നിങ്ങൾക്ക് ചെയ്തുകൂടെ? രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ? ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റിൽ 5 ആഡ് ചെയ്യും. ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ 0 ആഡ് ചെയ്യും. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു നമ്പർ പ്രീവിയസിന്റെ ഹാഫ് ആണ് എടുക്കുന്നത്, എന്നിട്ട് അതിൽ 5 ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ പെന്ന് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഓക്കെ,
ദെൻ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കോമൺലി അധികം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റയിലും അതുപോലെ ന്യൂമറിക്കലിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് 11 മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 11 കൊണ്ട് നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. 11 കൊണ്ട് ഭയങ്കര ഈസിയാണ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് എന്താണോ 11 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുത്ത് എഴുതുക. 1ഉം 2ഉം നമ്മൾ നേരെ എഴുതുക. എത്ര ഒരു ഒറ്റ ഡിജിറ്റ് 2 ഡിജിറ്റ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റ് നമ്മൾ ബ്ലാങ്ക് ആയി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റിന്റെയും ലാസ്റ്റിന്റെയും നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. 1+2 എത്രയാണ്, 3 ആണ്. ആൻസർ എത്ര, 132 ആണ്. ഈസി അല്ലേ? അപ്പൊ ഇതുപോലെയാണ് 11 നമ്മൾ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്തത്, ആദ്യത്തെ ഡിജിറ്റും അവസാനത്തെ ഡിജിറ്റും നമ്മൾ എഴുതിയ ശേഷം അത് രണ്ടും കൂടി ആഡ് ചെയ്തത്. നോക്കാം, നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ഓക്കെ. 11 × 24. 24 എങ്ങനെ ചെയ്യാം? ഞാൻ എന്താ ചെയ്തത്, ആദ്യത്തെ ഡിജിറ്റും എന്ത് ചെയ്യുന്നത് എഴുതി, അവസാനത്തെ ഡിജിറ്റും എഴുതി, എന്നിട്ട് രണ്ടും കൂടി അത് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 6 കിട്ടി. 264 ആണ്. ഓക്കെ അല്ലേ? ഈസി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ എക്സാമ്പിൾ ഓക്കെ. ഇത് 3 ഡിജിറ്റാ. 3 ഡിജിറ്റ് ആകുന്ന സമയത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ആദ്യ ഡിജിറ്റ് വരുന്നത് 7 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്, 2 ആണ്. 3 ഡിജിറ്റ് ആകുമ്പോൾ നമ്മൾ 2 സ്പേസ് ബ്ലാങ്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് 2 + 1 എത്ര, 3 ആണ്. 1 + 7 എത്ര, 8 ആണ്. 732 ആണ്. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെന്നിന്റെ ആവശ്യം വരുന്നുണ്ടോ, ഇല്ല. അപ്പൊ നിങ്ങൾ ലാസ്റ്റത്തിന് നിങ്ങൾ ഈ ഒരു ഇത് എത്രയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം. നിങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുക 11 × 811 എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ. ദെൻ 11 ചിലപ്പോൾ മേ ബി എന്താണ് 11 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് മോർ ദാൻ 10 വരും അല്ലെ. ഇത് നമ്മളിങ്ങനെ പഠിപ്പിച്ചു തന്നെ 11 × 86 നമ്മൾ എങ്ങനെ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആദ്യത്തെ ഡിജിറ്റ് 8 ഇടുക, അവസാനം എന്താണ് 6 ഇടുക, എന്നിട്ട് ഒരു സ്പേസ് നടുവിൽ ഒരു സ്പേസ് 2 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് മാത്രം ബ്ലാങ്ക് ആക്കി എന്നിട്ട് അത് ആഡ് ചെയ്യാന്നാ പറഞ്ഞു. 8 + 6 നമുക്കറിയാം 14 ആണ്. അപ്പൊ നമ്മൾ ആകെ എന്തായാലും നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യുന്നത്, ടെൻസിന്റെ ബിലോ വരുന്നത്, ഇവിടെ ടെൻസിന്റെ അബോവ് വന്നു. ഇപ്പൊ 14 ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്, ഒന്നുമില്ല 4 ഇവിടെ എഴുതുക, 1 ഇങ്ങോട്ട് ക്യാരി ചെയ്യുക. അപ്പൊ ഇത് എത്ര ആൻസർ വരിക, 8 ഉള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യും, 9 4 6 വരും. ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. 29 × 11 നമ്മൾ എങ്ങനെ ചെയ്യാം, 2 നമ്മൾ എഴുതിയതിനു ശേഷം ഒരു സ്പേസ് കിട്ടും. ദെൻ 29 നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 ആണെന്ന് അറിയാം. 1 ഇവിടെ ഇട്ടു, 1 ഇങ്ങോട്ട് ക്യാരി ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 319 എന്നുള്ളത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ല അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11 × 643 3 ഡിജിറ്റ് ആണ്. 3 ഡിജിറ്റ് ആണ് സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും എഴുതിയതിനു ശേഷം 2 സ്പേസ് ബ്ലാങ്ക് ആക്കി കൊടുക്കുക. 3 + 4 = 7 ആണ്. അതുപോലെ തന്നെ 4 + 6 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. 10 ആണ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, 0 ഇട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്ത് 1 ക്യാരി ചെയ്യും. നമുക്ക് ആൻസർ എങ്ങനെ വരിക, 7073. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് നിങ്ങൾ ചെയ്യണം, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം എന്താ അതിന്റെ ആൻസർ എന്നുള്ളത്. 11 × 923. അത് നിങ്ങൾ ഇതുപോലെ ഇതേ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഓക്കെ. അപ്പം ഐ തിങ്ക് 11ഉം 5ഉം നമ്മൾ കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15 ആണ്. 15 എങ്ങനെ 15 വിത്തൗട്ട് പെന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 15 മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ കോമൺലി ചോദിക്കുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ആട്ടോ. ബിക്കോസ് നമുക്ക് കോമൺലി റീസെന്റ് ആയിട്ട് നമുക്ക് ന്യൂമറിക്കൽ സ്കില്ലും ഡാറ്റയിലൊക്കെ വരുന്ന സാധനമാണ് മൾട്ടിപ്ലിക്കേഷൻ 15 ഒക്കെ വരുന്നത്. അപ്പൊ അതാണ് പറയാൻ കാരണം. 15 മൾട്ടിപ്ലിക്കേഷൻ 15 × 62. ഇവിടെ നമ്മൾ നോക്കേണ്ടത് 5 പറഞ്ഞതുപോലെ തന്നെ ഇത് ലാസ്റ്റത്തെ ഡിജിറ്റ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ തന്ന നമ്പർ ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ. നമുക്ക് അറിയാം ലാസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണെന്നുണ്ടെങ്കിൽ അത് ഈവൺ നമ്പർ ആണെന്ന്. ഇപ്പൊ 62ന്റെ ഹാഫ് എടുക്കുക. 62ന്റെ ഹാഫ് എത്രയാണ്, നമുക്കറിയാം 31 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം, ഒന്നുമില്ലല്ലോ. 6 + 3 = 9, 2 + 1 = 3. നമുക്ക് എന്തിനെ ഇത് ഈവൺ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി നോക്കാം. 15 × 72. 72ന്റെ ഹാഫ് എത്ര, എക്സാക്ട്ലി ഈവൺ നമ്പർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് 36 ആണ്. 6 + 2 = നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി ഈവൺ നമ്പർ ആയതുകൊണ്ട് ആദ്യം നമ്മൾ 0 ആഡ് ചെയ്യുന്നു. ദെൻ 6 + 2 = 8. ദെൻ 7 + 3 = 10. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യുന്നത്,
15 into 124. 124 is also even number ആണ്. അപ്പൊ ഈവൺ നമ്പർ ആയ സ്ഥിതിക്ക് നമ്മൾ കറക്റ്റ് എക്സാക്ട് ഈവൺ നമ്പർ ആയ സമയത്ത് നമ്മൾ 0 ഇടുന്നു അല്ലെ. 64ന്റെ ഹാഫ് എത്രയാണ്? 124ന്റെ ഹാഫ് എത്രയാണ്? നമുക്കറിയാം എത്രയാണ് വരുന്നത്? 62 അല്ലെ. അപ്പൊ 62 ആണ് നമ്മൾ 124ന്റെ ഹാഫ് വരുന്നത്. 62 വരുന്നു. ഇത് ആഡ് ചെയ്യാം. 4 plus 2 is equal to 6 and 2 plus 6 is equal to 8. 1860 is the correct answer. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പിങ് ചെയ്യണം. ഓക്കെ അല്ലേ? ഈസി അല്ലേ 15ന്റെ? ഇനി 15 ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? 15 ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 5ന്റെ എന്താണോ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ഈവൺ നമ്പർ ആണെന്ന് ലാസ്റ്റ് 0 ഇടുന്നത്, ഓഡ് നമ്പർ ആണെന്ന് നമ്മൾ 5 ഇടുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ 15 into 67. 67 ആണെന്ന് നമ്മൾ എന്താ ചെയ്യാ? 67 നമ്മൾ തൊട്ട് മുമ്പുള്ള നമ്പർ നമ്മൾ കാണാം. അപ്പൊ എത്രയാണ്? 66 ആണ്. അതിന്റെ ഹാഫ് എത്രയാണ്? 33 ആണ്. 66ന്റെ ഹാഫ് എത്രയാണ്? നമ്മൾ ഏതിന്റെ ഹാഫ് എടുക്കുന്നത്? 66ന്റെ ഹാഫ് എടുക്കുന്നത്. അത് എത്രയാണ്? 33 ആണ്. എന്നിട്ട് ഇത് ആഡ് ചെയ്യാം. ബിക്കോസ് ഓഡ് നമ്പർ ആയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ലാസ്റ്റ് നമ്മൾ ഏതാ ചെയ്യാ? 5 ഇട്ട് കൊടുക്കുക. Then 7 plus 3 is equal to 10. Already 1 balance ഉണ്ട്. 6 plus 3 is equal to 9 plus 1 is equal to 10. 1005 ആണ് ആൻസർ, കറക്റ്റ് ആൻസർ. നോക്കാം, ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കണേ. നോക്കണേ. രണ്ടാമത്തെ 15 to 73. ഇറ്റ്സ് ആൾസോ ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ തൊട്ട മുന്നുള്ള നമ്പർ 73 തൊട്ട് മുമ്പുള്ള എന്താണ്? 72 ആണ്. 72ന്റെ ഹാഫ് എത്രയാണ്? നമുക്കറിയാം 36 ആണ് 72ന്റെ ഹാഫ് എന്നുള്ളത്. ഓക്കെ, 36 ആണ്. എന്നിട്ട് ഇതിനായിട്ട് ആഡ് ചെയ്യാം. 3 plus നമുക്കറിയാം ഓൾറെഡി ലാസ്റ്റ് എത്ര ഇടേണ്ടി? 5 ആണ്. ഓഡ് നമ്പർ ആയ സ്ഥിതിക്ക് ലാസ്റ്റ് 5 ആണ് ഇടേണ്ടത്. ദെൻ 3 plus 6 എന്ന് പറയാൻ 9 ആണ്. ദെൻ 7 plus 3 is equal to 10 ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഐ തിങ്ക് മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ അഗെയിൻ 15 into 127. 127 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ തൊട്ട് മുന്നുള്ള ഈവൺ നമ്പർ നമ്മൾ കാണുക. തൊട്ട് മുന്നുള്ള ഈവൺ നമ്പർ ആണ് 126 ആണ്. 126ന്റെ ഹാഫ് എത്രയാണ്? 63 ആണ്. ഓക്കെ, 63 ആണ്. അപ്പൊ 163 നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ഓഡ് നമ്പർ ആയ സ്ഥിതിക്ക് നമ്മൾ 5 ഇട്ട് കൊടുക്കുന്നു. ദെൻ 7 plus 3 is equal to എത്രയാണ്? 10 ആണ്. ദെൻ 1 ബാലൻസ് ഉണ്ട്. ദെൻ 2 plus 6 is equal to 8. 8 plus 1 is equal to 9. 1905 ആണ്. അപ്പൊ ഈ 15 into ഓഡ് നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ലാസ്റ്റത്തിന്റെ ആൻസർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ പിൻ ചെയ്യണം. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.